സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി നമുക്ക് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയും. ഞാനൊരു കഥ പറയട്ടെ. മഹാനായ ഷെയ്ഖ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. അദ്ദേഹത്തിന് അംഗശുദ്ധി വരുത്തണം. എന്തു ചെയ്യും? വഴിയരികിൽ കണ്ട കിണറ്റിൻ കരയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വെള്ളം അതിതാഴ്ചയിലാണ്. കോരുവാൻ തൊട്ടിയും കയറും എവിടെയും കാണുന്നില്ല. എന്തു ചെയ്യും? അപ്പോഴാണ് അങ്ങാകലെ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചത്. അവളാണെങ്കിലോ ഈ സംഭവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അടുത്തു വന്നു ചോദിച്ചു, എന്താണ്? അപ്പം മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് വുളു എടുക്കണം, വെള്ളം അതിതാഴ്ചയിലാണ്, തൊട്ടിയും കയറും കാണാനില്ല. പെൺകുട്ടി ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് സുലൈമാനുൽ ജസൂലി എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ലോക പ്രശസ്തമാണല്ലോ, നിങ്ങൾ നല്ലൊരാളാണെന്നല്ലോ കേട്ടിട്ടുള്ളത്, എന്നിട്ടും എൻ്റെ ഈ വെള്ളം നിങ്ങൾക്ക് എടുക്കാൻ കഴിയാത്തത്? എന്നിട്ട് പെൺകുട്ടി നേരെ കിണറ്റിലേക്ക് നോക്കിയിട്ട് ഒന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു മേലോട്ട് ഉയരാൻ വേണ്ടി. മഹാത്ഭുതമെന്ന് പറയട്ടെ, വെള്ളം അതാ ഉയർന്നു പൊങ്ങി വരുന്നു. ജസൂലി ഇമാം തങ്ങൾ വുളു എടുത്തു, അംഗശുദ്ധി വരുത്തി. എന്നിട്ട് പെൺകുട്ടിയോട് ചോദിച്ചു, ഈ മഹാത്ഭുതം കിട്ടാൻ കാരണം എന്താണ്? ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവളാണ്. ഉടനെ തന്നെ മഹാനവറുകൾ ഒരു ശബ്ദം ചെയ്തു, ഇൻഷാ അല്ലാഹ് ഞാനൊരു സ്വലാത്ത് ഗ്രന്ഥം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എഴുതുമെന്ന്. അങ്ങനെയാണ് ലോക പ്രശസ്ത സ്വലാത്ത് ഗ്രന്ഥമായ ദലാലുൽ ഖൈറാത്ത് എന്ന കിതാബ് പ്രകാശിതമായത്. ആ പെൺകുട്ടി ചൊല്ലിയ സ്വലാത്ത് നാരിത്ത് സ്വലാത്താണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായാലും സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ലോകം തന്നെ നമ്മുടെ കാൽ കീഴിലാകും. നാം എന്തു പറഞ്ഞാലും നാം ഒന്ന് ആഗ്രഹിച്ചാൽ തന്നെ ആ സ്വലാത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.